പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. പാലാരൂപതയുടെ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട നാമം ഫാദർ കുര്യൻ മാതോത്ത്. ലളിത ജീവിത പന്ഥാവിലൂടെ അൽമായഗണങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആത്മീയാചാര്യൻ, ദൈവദാസ പദവിയിലേക്കുയർന്ന ഫാദർ കുഞ്ഞച്ചൻ്റെ വൈസ് പോസ്റ്റ്ലേറ്റർ, കേരള ക്രിസ്തീയ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ച കർമ്മധീരനായ നായകൻ. ഈ വൈദികന്റെ കർമ്മകാണ്ഡത്തിലെ പാദമുദ്രകൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളാൽ അലങ്കൃതമാണ്. റോമിൽ വൈദിക പഠനം പൂർത്തീകരിക്കുകയും റോമിൽ വെച്ച് തന്നെ വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്ത കുര്യനച്ചൻ്റെ ആദ്യത്തെ കുർബാന സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ചായിരുന്നു. ശേഷം പാലായിലേക്ക് തിരിച്ചു വന്ന അച്ഛൻ രാമപുരം ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സ്ഥാനമേൽക്കുകയായിരുന്നു. ആ കാലയളവിൽ ഇടവകയുടെ പ്രവർത്തന മാർഗരേഖ തയ്യാറാക്കി അച്ഛൻ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചു. ഇന്ന് ഈ സായങ്കാലത്ത് ഈ വൃക്ഷത്തണലിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ഈ തീഷ്ണമായ ആത്മീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ആഴമേറിയതാണെന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ജോസച്ചൻ പറയുന്നു. ബഹുമാനപ്പെട്ട കുര്യൻ മാതോത്തച്ഛനെ ഏതാണ്ട് കഴിഞ്ഞ 30 വർഷങ്ങളായി എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹം പാലാരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിലും തുടർന്ന് DCMSൻ്റെ ഡയറക്ടറായിരുന്നപ്പോഴും അതിനുശേഷം രാമപുരത്ത് തേവറോർമ്പിൽ കുഞ്ഞച്ചൻ്റെ നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റ്ലേറ്റർ എന്ന നിലയിലും അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. നല്ലൊരു സംഘാടകനും നലം തികഞ്ഞ ഒരു വാഗ്മിയും ദൈവാനുഗ്രഹത്തിൻ്റെ മനുഷ്യനുമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു പ്രകൃതത്തിൻ്റെ ആളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 2-ാം തീയതി റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാലാരൂപതയുടെ പ്രീസ്റ്റ് ഹോമായ മാറാപ്രയം പ്രീസ്റ്റ് ഹോമിലേക്ക് താമസം മാറ്റുകയും ഞാനും അതേ ദിവസം തന്നെയാണ് വന്ന് ഇവിടെ ചാർജ് എടുത്തത്. അന്ന് മുതൽ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ താമസിക്കുകയും ചെയ്യുകയാണ്. പാലാരൂപതയ്ക്ക് 2 വൈദിക മന്ദിരങ്ങളാണ് ഉള്ളത്. ഒന്ന് മുട്ടിച്ചിറ സെൻറ്റ് വിയാനി പ്രീസ്റ്റ് ഹോമും പാലായിൽ മാറാപ്രയം പ്രീസ്റ്റ് ഹോമുമാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി മുതൽ ഇതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ 32 വൈദികരാണ് നിലവിൽ ഇവിടെയുള്ളത്. അതിൽ 3-4 വൈദികർ ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് പിതാവ് മറ്റ് ജോലികളൊക്കെ കൊടുത്ത് ചെറിയ ജോലികളിൽ വ്യാപൃതരായിട്ടുണ്ട്. 1-2 പേര് ആശുപത്രിയിൽ അസുഖമായിട്ട് കഴിയുന്നു. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ സുഖമായിട്ട് കഴിയുന്നു. തങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിലായിരിക്കാനുമൊക്കെ സമയം കണ്ടെത്തി പഴയകാല സ്മരണകൾ അയവിറക്കി വൈദികർ ഇവിടെ ജീവിക്കുന്നു. അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്ടറെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
അച്ഛന്മാർക്ക് യാതൊരു കുറവുകളും ഉണ്ടാകാതെ എല്ലാ തരത്തിലും ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഏറ്റവും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ശുശ്രൂഷയാണ് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ അച്ഛന്മാരോടൊക്കെ കൂടി ആയിരിക്കുമ്പോൾ അവരുടെ പരിചയസമ്പത്തിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രായോഗികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമൊക്കെ കഴിയുന്നു എന്നുള്ളതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. മാധവത്തച്ഛനുമായിട്ടുള്ള സഹവാസത്തിൽ ആ ഒരു വലിയ അനുഗ്രഹം ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അച്ഛൻ്റെ സന്തോഷപൂർവമായ സ്നേഹപൂർവമായ ഇടപെടൽ അതിന് ഞങ്ങളെ ഒത്തിരിയേറെ സഹായിക്കുന്നുമുണ്ട്. അച്ഛൻ്റെ ആ സഹവാസം വഴി ഞങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ നേതൃത്വം നൽകുവാനൊക്കെ അച്ഛൻ യാതൊരു മടിയുമില്ലാതെ സഹകരിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അച്ഛന് എല്ലാവിധമായ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നീട് അച്ഛൻ രൂപത മതബോധന ഡയറക്ടർ ആയി നിയമിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ മതബോധനത്തിൻ്റെ നൂതന കാഴ്ചപ്പാടുകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുകയായിരുന്നു. മതബോധന രംഗത്തെ ഇന്നത്തെ ഈ അടുക്കും ചിട്ടയും ക്രമീകരിച്ച് ജീവസുറ്റ ഒരു ആശയത്തെ പ്രാവർത്തികമാക്കുക വഴി മതബോധനത്തിന് ഗൗരവപൂർവമായ ഒരു കാഴ്ചപ്പാടൊരുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കുര്യൻ മാധവത്തച്ഛൻ പാലാ രൂപതയുടെ മതബോധന ഡയറക്ടറായിരുന്നപ്പോൾ രൂപതയിലെ മതബോധന രംഗത്തിൻ്റെ സുവർണ കാലഘട്ടമാണെന്ന് പറയാം. 1973-88 കാലഘട്ടം ക്രമീകൃതമായ ഒരു മതബോധന രീതി ആവിഷ്കരിച്ച് നടപ്പാക്കി ജനങ്ങളെ, വിശ്വാസികളെ, കുട്ടികളെ വിശ്വാസ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള തീവ്ര പരിശ്രമം എന്നും ഞങ്ങൾ ഓർക്കും. ഞങ്ങൾ കുറേ പേരെ POCയിൽ വിട്ട് പഠിപ്പിച്ച് തിയോളജി പഠിപ്പിച്ച് മതബോധന രംഗത്തേക്ക് പ്രവർത്തിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട മാധവത്തച്ഛനാണ്. അത് വിസ്മരിക്കുവാൻ പറ്റില്ല. ഇവിടെ മതബോധനത്തിൽ നല്ല രീതികൾ ആവിഷ്കരിച്ചു. പുതിയ പുസ്തകങ്ങൾ രൂപതയ്ക്കുണ്ടാക്കി, ക്ലാസ്സുകൾ ക്രമീകരിച്ചു. അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡ്, പരീക്ഷാ ബോർഡ്, വിസിറ്റിംഗ് ബോർഡ്, ഇങ്ങനെ 3 ബോർഡുകൾ രൂപീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. വിസിറ്റിംഗ് ബോർഡിലെ ആളുകളെ തിരഞ്ഞെടുത്ത് ഓരോ സൺഡേ സ്കൂളുകളും എത്ര ഭംഗിയായി നടക്കുന്നു എന്ന് അറിയാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അതുപോലെ എക്സാമിനേഷൻ ബോർഡിലൂടെ ഞങ്ങൾ കൂടിയിരുന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി, കുറ്റമറ്റ വിധത്തിൽ ആ ചോദ്യങ്ങൾ തയ്യാറാക്കി സ്കൂളിലെ പരീക്ഷയേക്കാൾ ഗംഭീരമായ വിധത്തിൽ ക്രമീകൃതമായി ഞങ്ങൾ നടത്തി. പിന്നെ മതബോധന രംഗത്തെ നൂതന രീതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി അച്ഛൻ ഉപദേശക സമിതി, അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചു. ഞങ്ങളൊക്കെ അതിൽ ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോഴെല്ലാം നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഓരോ വർഷവും കൂടുമ്പോൾ അവധിക്കാലത്ത് മതാധ്യാപകർക്ക് 5-7 ദിവസം വരുന്ന തരത്തിലുള്ള താമസിച്ച് പഠിക്കുവാൻ വേണ്ടി സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഞാനാണെങ്കിൽ അതിൽ പഠിപ്പിക്കേണ്ട രീതികൾ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് മറ്റ് വിഷയങ്ങളും പല വർഷങ്ങളിലും ക്ലാസ് എടുക്കുവാൻ എന്നെ ക്ഷണിക്കുകയും ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇന്നും ആ തലമുറയിലുള്ള മതാധ്യാപകർ അത് അനുസ്മരിക്കുകയും അതിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് പറയുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പാലാ രൂപത മതബോധന രംഗത്ത് നല്ലൊരു രീതി ആവിഷ്കരിച്ചതുകൊണ്ട് വിവിധ രൂപതകളിൽ നിന്നും പോലും ഞങ്ങളെയൊക്കെ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുമായിരുന്നു. നല്ല ചിട്ടയും ക്രമവും രീതികളും ഒക്കെയുള്ള നല്ല മതബോധന ക്ലാസ്സുകളിൽ പഠിച്ച് വർഷാവസാനം പരീക്ഷ നടത്തി, സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ നടത്തി, അവർക്ക് പ്രമോഷൻ നൽകി. അങ്ങനെ സ്കൂളിലെ രീതികളേക്കാൾ മെച്ചമായ ഒരു രീതി അദ്ദേഹം ആവിഷ്കരിച്ചു. അതുപോലെ തന്നെ സ്കൂൾ കാറ്റക്കിസത്തിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. മാത്രമല്ല, എന്നെ കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇത്രമാത്രം തിരക്കുള്ളപ്പോഴും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. പ്രസംഗത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും മതബോധന രംഗത്തെക്കുറിച്ചും മതാത്മക ജീവിതത്തെക്കുറിച്ചും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ആ പുസ്തകങ്ങൾ എഴുതുവാൻ ഞങ്ങളുടെ സഹായവും സഹകരണവുമൊക്കെ അദ്ദേഹം സ്വീകരിക്കാറുമുണ്ടായിരുന്നു. ഒരു നല്ല പിതാവ്
മക്കളോടെന്ന പോലെ ഞങ്ങളോടൊക്കെ പെരുമാറുകയും ഞങ്ങളൊക്കെ മതാധ്യാപകരായി പാലാ രൂപതയിലെ 100-ലേറെ സൺഡേ സ്കൂളുകൾ അന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ രൂപതയ്ക്കാകെ നല്ല ഒരു നിലപാടുണ്ടാക്കി കൊടുത്ത മതബോധന രംഗത്ത്, മതവിശ്വാസ പരിശീലന രംഗത്ത് നല്ലൊരു നിലപാടുണ്ടാക്കി കൊടുത്ത ഏറ്റവും സുസ്ഥിരനായ ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധവത്തച്ഛൻ. അത് എന്നും ഞങ്ങൾ ഓർക്കാറുണ്ട്. ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ ഞങ്ങൾക്കെന്നും മാതൃകയാണ്. എഴുതുന്നതിനും പഠിക്കുന്നതിനും വായിക്കുന്നതിനും ബൈബിൾ പാരായണം നടത്തുന്നതിനും ബൈബിളിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനും ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള തീക്ഷ്ണത വളരെ വലുതാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതികൾ സ്വായത്തമാക്കിയ കുര്യനച്ചൻ കേരള ക്രിസ്ത്യൻ മേഖലയിൽ കരുത്തുറ്റ മതസംഘടനയ്ക്ക് രൂപം കൊടുത്തു. HCMS എന്ന പേരിലായിരുന്നു ഇന്നത്തെ മിഷൻ ലീഗിൻ്റെ തുടക്കം. കുഞ്ഞു മിഷണറി എന്ന മാസിക സ്ഥാപിച്ച് അതിലൂടെ കേരള സഭയിലേക്ക് മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഉതകുന്ന നൂതന ആശയങ്ങൾ നടപ്പിൽ വരുത്തി. ഇന്ന് മിഷൻ ലീഗ് എന്ന പ്രസ്ഥാനം കത്തോലിക്ക സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ജനനവും വളർച്ചയും ഈ വൈദിക ശ്രേഷ്ഠന്റെ കൈകളിലൂടെ ആയിരുന്നു എന്ന് ജെയിംസ് തുണ്ടത്തിൽ പറയുന്നു. ബഹുമാനപ്പെട്ട മാധവത്തച്ഛനുമായിട്ടുള്ള എൻ്റെ ഓർമ്മകൾ പങ്കിടുമ്പോൾ ഏകദേശം ഒരു 43 വർഷം പുറകോട്ട് പോകേണ്ടി വരും. ഞാൻ ഓർക്കുന്നു 1971 എൻ്റെ സ്വദേശമായ രാമപുരം ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ് അച്ഛൻ വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള ആദ്യത്തെ എൻ്റെ ബന്ധം എൻ്റെ വീടിന് അടുത്ത് മൺ റോഡിൽ ഞങ്ങൾ കുറേ കൂട്ടുകാർ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ വഴിയെ ഒരച്ഛൻ നടന്നു വരുന്നു. അച്ഛനെ കണ്ടപ്പോൾ അല്പം ഭയത്തോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ വഴിയുടെ സൈഡിലോട്ടൊക്കെ ചേർന്ന് വന്നു. വളരെ സ്നേഹത്തോടെ ഞങ്ങളെയെല്ലാം വിളിച്ച് അച്ഛൻ പരിചയപ്പെടുകയും വർത്തമാനം പറയുകയും വീട്ടുപേര് ചോദിക്കുകയും പേര് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, നിങ്ങളൊക്കെ പള്ളിയിൽ വരണം, അൾത്താരപാലനായിട്ട് ചേരണം. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കൂട്ടുകാർ പള്ളിയിൽ ചെന്നു, അൾത്താരപാലനായി. അന്ന് തുടങ്ങിയ ബന്ധമാണ് മാധവത്തച്ഛനും ഞാനുമായിട്ട് ഇന്ന് വരെ തുടരുന്നത്. അച്ഛൻ രാമപുരത്ത് ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞച്ഛൻ്റെ അടുത്തൊക്കെ പോകുന്ന ഞാനും ഓർക്കുന്നുണ്ട്. അന്ന് തുടങ്ങി അച്ഛനിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ആധ്യാത്മികതയിൽ ഊന്നി നിന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹം. പിന്നീട് അന്ന് തന്നെ ഈ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിരുന്നു മാധവത്തച്ഛൻ. ഞാനും ആ സംഘടനയിൽ അവിടെ അംഗമായി അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടു. വീണ്ടും 1977 അച്ഛൻ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ രൂപത ഡയറക്ടറായിരുന്നപ്പോഴാണ് വളരെ അടുത്ത് അച്ഛനുമായിട്ട് എനിക്ക് ഇടപെടാൻ സാധിച്ചത്. ഞാനന്ന് പാലാ രൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സെക്രട്ടറിയായി. അച്ഛനുമൊത്ത് വളരെ കാലം ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. ആ ഒരു കാലഘട്ടത്തെപ്പറ്റി ഓർക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മാധവത്തച്ഛൻ്റെ ഒരു മഹത്വം, മാധവത്തച്ഛന് ഈ സഭയ്ക്ക് ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. 1947 ഭരണങ്ങാനത്ത് ആരംഭിച്ചതാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന ഈ സംഘടന. ഈ സംഘടനയെപ്പറ്റി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് ഏകദേശം 12 ലക്ഷം അംഗങ്ങൾ ഇതിനകത്തുണ്ട്. 44 പിതാക്കന്മാർ ചെറുപുഷ്പ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചവരെന്ന് ഉണ്ട്. 38,000-ലധികം വൈദികരും സിസ്റ്റേഴ്സും ഈ ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ച് ദൈവവിളി സ്വീകരിച്ച് സഭയ്ക്ക് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ ഭരണങ്ങാനത്ത് ആരംഭിച്ച ഈ സംഘടനയുടെ
അമരക്കാരനായി 1977 രൂപത ഡയറക്ടറായി മാധവത്തച്ഛൻ ചുമതലയേൽക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഞാനും പാലാ രൂപതയുടെ സെക്രട്ടറിയായി അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തെപ്പറ്റി ഓർത്തെടുക്കുമ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് ആരംഭിച്ചിട്ട് അതിൻ്റെ ഒരു ശൈശവാവസ്ഥയിൽ നിന്നും വളരെ ഉയർച്ചയിലേക്ക് പോയ ഒരു കാലഘട്ടമായിരുന്നു അച്ഛൻ്റേത്. ഈ മിഷൻ ലീഗിന് ഒരു മാസിക ഉണ്ടായിരുന്നു, കുഞ്ഞു മിഷണറി എന്ന മാസിക. അച്ഛൻ്റെ കാലത്താണ്, അച്ഛൻ അതിൻ്റെ എഡിറ്ററായിട്ടിരുന്നുകൊണ്ട് ഈ കുഞ്ഞു മിഷണറി മാസികയുടെ അച്ചടിയും വിതരണവുമെല്ലാം ഭരണജ്ഞാനം മാതൃഭവൻ കേന്ദ്രീകരിച്ച്, ഭരണജ്ഞാനം മാതൃഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ലീഗ് ആരംഭിച്ച ആ സ്ഥലമാണ് ഭരണജ്ഞാനം. അപ്പോൾ ആ കുഞ്ഞു മിഷണറിയുടെ അച്ചടിയും വിതരണവും, അതിനകത്ത് മനോഹരമായ ഒട്ടേറെ വിഭവങ്ങൾ ചേർത്തെടുക്കാൻ അച്ഛൻ നിരന്തരം പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, മിഷൻ ലീഗ് ആരംഭിച്ചപ്പോൾ അതിന് ഒരു സ്വന്തമായി ഒരു കെട്ടിടം, ഒരു ഭവനം വേണം എന്ന് ആലോചിക്കുകയും അതനുസരിച്ച് അങ്ങനെ ഒരു ഭവനം ഭരണജ്ഞാനം പള്ളിയുടെ എതിർവശത്ത് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആ കെട്ടിട അതിമനോഹരമായി സെമിനാറുകളും ക്യാമ്പുകളും ഒക്കെ നടത്തത്തക്ക രീതിയിൽ വിപുലീകരിച്ചത് അച്ഛൻ്റെ കാലത്താണ്. ആ കാലഘട്ടത്തിൽ ഈ ഭരണജ്ഞാനം മാതൃഭവനിൽ നിരവധിയായ ദൈവവിളി ക്യാമ്പുകളും സെമിനാറുകളും ഒക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി നടത്തിയിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 12 ലക്ഷം മിഷൻ ലീഗിൽ അംഗങ്ങൾ ഇന്ന് സഭയ്ക്കുണ്ട്. ഇതിൻ്റെ എല്ലാ ഭംഗിയായ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത് മാധവത്തച്ഛനായിരുന്നു. അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും സജീവമായ പ്രവർത്തനം മിഷൻ ലീഗ് നടത്തിയിട്ടുള്ളത്. അത് രൂപതയുടെ എല്ലാ ഇടവകയിലും ശാഖകൾ ആരംഭിക്കുന്നു. ആ എല്ലാ ശാഖകളിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് വ്യക്തിത്വ മിഷൻ ലീഗിൻ്റെ ലക്ഷ്യം തന്നെ പ്രേക്ഷിത പ്രവർത്തനവും വ്യക്തിത്വ വികസനവും എന്ന ഇതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പാലാ രൂപതയിൽ എല്ലാ ഇടവകയിലും ഈ മിഷൻ ലീഗ് വളരെ സജീവമായി കൊണ്ടുപോകുവാനായിട്ട് അച്ഛൻ്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട്. അത് അച്ഛൻ്റെ ഒരു നിതാന്തമായ, നിരന്തരമായ, ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. പ്രത്യേകിച്ചും അച്ഛന് ഈ പ്രാർത്ഥനയുടെയൊക്കെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് അച്ഛന് പ്രാർത്ഥിക്കും. പിന്നെ അച്ഛനുമായിട്ട് ഓർമ്മകൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഈ മിഷൻ ലീഗിൻ്റെ പ്രവർത്തിക്കുന്ന ആ കാലത്ത് തന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അച്ഛനത് മറ്റാരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആ ആളുകളെ വിളിച്ച്, ഒന്നെ നേരിട്ട് വിളിച്ച്, അല്ലെ ഫോണിൽ വിളിച്ച്, അല്ലെ കത്ത് മുഖേന ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഈ നമ്മുടെ സമൂഹത്തിന് സഭയ്ക്ക് ഒക്കെ ദോഷകരമായി വരുന്ന കാര്യങ്ങളെപ്പറ്റി അച്ഛനൊരു പ്രതികരിക്കുന്ന ഒരു രീതി അച്ഛനുണ്ട്. അതുപോലെ ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ വളരെ സൗമ്യമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ സ്നേഹത്തോടെ എപ്പം വേണമെങ്കിലും അച്ഛനെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരം അച്ഛൻ തരും. അച്ഛൻ രൂപത ഡയറക്ടറായിരുന്നപ്പോൾ അച്ഛൻ്റെ മുറി കയറി ചെന്നാൽ എന്തെല്ലാം തിരക്കുകളായിരുന്നാലും അച്ഛൻ നമ്മളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്ത് അത് നമ്മളോട് പറയുകയും നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്തു. അതുപോലെ ഈ രൂപതയിൽ എല്ലാ ശാഖകളിലും, അതുപോലെ മേഖലയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ എപ്പം വിളിച്ചാലും അച്ഛൻ ചെല്ലാൻ തയ്യാറായിട്ട് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, അതും മറ്റാരുടെയും മുഖമൊന്നും നോക്കല, അച്ഛന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വളരെ സ്നേഹപൂർവ്വം പറയാൻ അച്ഛൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു കാര്യം, ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവിളി ഉണ്ടായിരിക്കുന്നത് പാലാ രൂപതയിൽ നിന്നാണ്. അതും അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ കത്തോലിക്ക സഭയ്ക്ക് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന ഈ സംഘടനയിലൂടെ മാധവത്തച്ഛൻ
ചെയ്ത മഹത്തായ ആ കാര്യങ്ങൾ ഒരിക്കലും സഭയ്ക്ക് വിസ്മരിക്കാനാകില്ല. ഇടവക ജീവിതത്തിൽ സഹപ്രവർത്തകർക്കും അനുകരിക്കാൻ ഉതകുന്ന തരത്തിലായിരുന്നു അച്ഛൻ്റെ ജീവിതം. ആത്മീയ കാഴ്ചപ്പാടുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് കുര്യനച്ഛൻ പ്രാവർത്തികമാക്കി പോന്ന കർമ്മ പരിപാടികൾ സഭയിലെ ആത്മീയ പ്രവർത്തനത്തിന് ഉത്തേജനമായിരുന്നു എന്ന് ഫാദർ തോമസ്. ലോകം കാര്യമായി ഗണിക്കാത്ത ആൾക്കാരായ ദളിത് ക്രൈസ്തവർക്ക് സമൂഹത്തിൻ്റെ ശരിയായ പാതയിലേക്ക് അവരെ കൊണ്ടുവരുവാനും അവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അവരോടൊത്ത് അവരെ അവരുടെ ധാർമ്മിക ജീവിതത്തിലും മതജീവിതത്തിലും അവരെ ഉയർത്തുവാനും ഈ അച്ഛൻ്റെ കാലാകാലങ്ങളായ സന്ദർശനവും പ്രചോദനവും അതുപോലെ തന്നെ അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളും സെമിനാറുകളും വളരെയധികം സഹായമായിട്ടെന്ന് പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെയധികം ജോലി തിരക്കുണ്ടായിരുന്നിട്ടും ഈ അച്ഛൻ ഞങ്ങൾക്ക് വചനപ്രഘോഷണത്തിന് വേണ്ടി 4 സീരിയൽ പ്രസംഗ സഹായി പുസ്തകങ്ങൾ അച്ചടിപ്പിച്ച് നൽകിയിട്ടുള്ളതും വളരെ സഹായമാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നല്ല ആദർശ വൈദികനും പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനും മറ്റുള്ള സേവന സന്നദ്ധനുമായ ബഹുമാനപ്പെട്ട കുര്യച്ചനെ എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ ഞങ്ങൾക്കെല്ലാം ഓർക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വളർന്ന തലമുറ വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ വേണ്ട സെമിനാറുകൾ, ചർച്ചാവേദികൾ, ധ്യാനങ്ങൾ എല്ലാം നടത്തുവാൻ ബഹുമാനപ്പെട്ട കുര്യച്ചൻ്റെ സ്നേഹാദോരമായ സാന്നിധ്യവും പ്രചോദനവും ഇടവൈദ്യർക്കെല്ലാം വളരെയധികം സഹായമായിട്ടെന്ന് എടുത്തു പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹത്താൽ ഞാൻ പഠനം പൂർത്തിയാക്കി 1968 റോമിലെ പ്രൊപ്പഗാൻഡ കോളേജിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. മാധവത്തച്ഛനെ കുറിച്ച് രാമപുരംകാർക്കുള്ള മറ്റൊരു അഭിപ്രായം ഇതാണ്. അത് മറ്റാരുമായിട്ടല്ല അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത്. ആർട്സിലെ വികാരിയച്ഛൻ, അതായത് ഒന്ന് കുമ്പസാരിക്കണമെങ്കിൽ ഒരു പ്രയാസവും അങ്ങ് ചെന്നേച്ചാൽ മതി. ഇത് ഒരു പുരാവസ്തു മ്യൂസിയമാണ്. നമ്മുടെ പഴയ സാധനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്നതും നമ്മുടെ ഈ സംസ്കാരം മുഴുവൻ നിലനിർത്തുന്നതുമായ പല സാധനങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്.